വീഡിയോ ഉണ്ടോ? ഹലോ. ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെൻസിൽ കൂടി കണ്ടായിരുന്നു ഇവരാന്നുള്ളത്. അപ്പോൾ ഞാൻ വേഗം പോയി ക്യാമറ ഓണാക്കി വെച്ചതാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താ തുറക്കാത്തതെന്ന് ഓർത്തിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ക്യാമറ സെറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം വരികയാണ് വാവയും അനന്തും കൂടി ഇവിടേക്ക്. പിന്നെ ഞാൻ ഷോർട്സൊക്കെ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു കല്യാണത്തിൻ്റെയൊക്കെ, പക്ഷെ അറിയില്ലല്ലോ ആരാന്നുള്ളത്. അപ്പോൾ കമൻസിലുണ്ടായിരുന്നു അനിയത്തിയുടെ കല്യാണമാണോ മോളുടെ കല്യാണമാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അത് ചേച്ചിയുടെ മോളാണ്. എനിക്ക് 2 ചേച്ചിമാരാണ്. രണ്ടുപേർക്കും രണ്ട് കുട്ടികൾ, എനിക്കും 2 അങ്ങനെ ഞങ്ങൾ 6 കുട്ടികളാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അതിലേക്കിപ്പോൾ ഒരാളും കൂടിയായി, ഇപ്പോൾ 7 കുട്ടികളായി ഞങ്ങൾക്ക്. ഞാൻ ക്യാമറ ഈ സൈഡിലാണ് വെച്ചായിരുന്നത്, അതുകൊണ്ട് ഈ ഭാഗത്ത് ഞങ്ങളെല്ലാവരും ഉണ്ട്, പക്ഷെ അത് കാണുന്നില്ല. ഞാൻ പിന്നെ അത് മറന്നുപോയി. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായി, പക്ഷെ ഇപ്പോഴാണ് കാണുന്നത്. 1 മാസമായി എന്നൊന്നും തോന്നണില്ല കേട്ടോ. നമ്മളിങ്ങനെ കോൾ ചെയ്യും, വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അറിയാനില്ലല്ലോ. പിന്നെ വന്നു പോയിട്ടാണ് ഞങ്ങൾ ആലോചിക്കുന്നത്, 1 മാസമായി കല്യാണത്തിൻ്റെ അന്ന് കണ്ടിട്ട്, വിരുന്നിൻ്റെ അന്ന് കണ്ടിട്ട് പിന്നെ കാണുന്നത് ഇന്നാണല്ലോ എന്ന് പിന്നീടാണ് ആലോചിക്കുന്നത്. അതിന് മുന്നേ നമുക്ക് അങ്ങനെ തോന്നുന്നേ ഇല്ല. എന്താ വെച്ചാൽ അങ്ങനെ എപ്പോഴും കോൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യില്ലല്ലോ. പിന്നെ അവിടെ എന്താ അപ്പു ഓരോന്ന് പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ട്. ക്ലാസ്സിന് പോയിട്ട് 2 ദിവസമായിരുന്നു മഴയായതുകൊണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ വാവേനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായ കുട്ടിയാണ്, അതുകൊണ്ട് ഭയങ്കര കൊഞ്ചിച്ച് ലാളിച്ച് വളർത്തിയതാണ് എല്ലാവർക്കും. ചെറുതിൽ എന്നെ അമ്മ എന്നാണ് വിളിക്കുക. സ്കൂളിലൊക്കെ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാം എൻ്റെ അമ്മ വരുമ്പോൾ കൂടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. സ്കൂളിൽ കുട്ടികളുടെ ഇടയിൽ നിന്ന് അമ്മ അമ്മ എന്ന് വിളിച്ച് നടക്കും. അങ്ങനെ അപ്പം എന്നിട്ട് പിന്നെ കൂട്ടുകാരൊക്കെ നമ്മളെ കളിയാക്കില്ലേ, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-ാം ക്ലാസ്സിലാ, 1-ലോ 2-ലൊക്കെയാണ്. അന്ന് മുതൽ പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെയാണ് എപ്പോഴും. എവിടെ ഞങ്ങൾ പോകേണ്ടതെന്ന് ഞങ്ങളെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ വലുതായാലും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടോ. എത്ര വലിയ കുട്ടിയായി എന്ന് വെച്ചിട്ടൊന്നും ഒരു മാറ്റമില്ല. പണ്ട് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. പിന്നെ അപ്പോഴേക്കും പ്രകാശേട്ടൻ വന്നു. പ്രകാശേട്ടൻ ടൗണിലുണ്ടായിരുന്നു. അപ്പോൾ വേഗം വിളിച്ചപ്പോൾ വേഗം വന്ന് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ പ്രകാശേട്ടൻ്റെ സന്തോഷ പ്രകടനങ്ങളും മരുമോനെന്നൊക്കെ വിളിച്ചിട്ട് കെട്ടിപ്പിടിക്കുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്ന്. ഞങ്ങളെ സ്വന്തം വീട്ടിലേക്ക് വിളിക്കുക, വിരുന്ന് വിളിക്കണം, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പം അങ്ങനെ വിളിക്കാന്ന് ഓർത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പം എല്ലാ സൺഡേ അവർക്ക് ഓരോ പരിപാടിയായിരിക്കും, അല്ലാത്ത ദിവസം ലീവ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ടു പോയതാണ്. അതിലാണ് അവർ പെട്ടെന്ന് ഇങ്ങനൊരു വരവുണ്ടായത്. പിന്നെ ഞാൻ അവൾക്ക് ഒരു ഗിഫ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ പോവാണ്. ഒരു സിന്ദൂര ചെപ്പ്. ഞാൻ ഇമിറ്റേഷൻ ജ്വല്ലറി സാരീസൊക്കെ ഓൺലൈനിൽ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജ്വല്ലറിയൊക്കെ എടുക്കാൻ പോയപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സിന്ദൂര ചെപ്പ് കണ്ടപ്പോൾ അത് എടുത്തതാണ്. അപ്പോൾ അത് അവൾക്ക് കൊടുക്കണം എന്നോർത്ത് എടുത്തു വെച്ചതായിരുന്നു. ഇവിടെ പ്രകാശേട്ടനൊന്നും കണ്ടിട്ടില്ല അത്. അപ്പോൾ എന്താ ചോദിക്കുക എല്ലാവരും. നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒരു കൃഷ്ണനും രാധയും നിൽക്കുന്നത്, അതിൻ്റെ അടിയിലൊരു സിന്ദൂര ചെപ്പുമായിട്ട്. ഞാൻ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ ഞാൻ ഇവർക്കൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ഓരോ തിരക്കിലായി പോയി. അപ്പോൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു, അതിൻ്റെ പല വെറൈറ്റീസും ഉണ്ടായിരുന്നു. ഭഗവതി ഇരിക്കുന്നത്, പിന്നെ കൃഷ്ണനും രാധയും, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൃഷ്ണൻ്റെ രാധ ഇരിക്കുന്നത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതെടുത്ത്, ഞാൻ എൻ്റെ പേജിലത് കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവരണേ ഫസ്റ്റ് ഒന്ന് സാമ്പിളായിട്ടൊന്ന് എടുത്തതാണ്, ഇനി കൊണ്ടുവരണം. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനും. പിന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാനുള്ള തിരക്കിലായിപ്പോയി. അവർക്ക് എന്തോ വേറെ എവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ പുറത്തുനിന്ന് മേടിച്ചതാട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞാനും പ്രകാശേട്ടനും കഴിച്ചില്ല കേട്ടോ, കുട്ടികളും അവരും കഴിച്ചു. സമയം 12 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് വിശക്കണില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിച്ചില്ല.
പ്രകാശേട്ടൻ അത്ര നേരത്തെ കഴിക്കുകയില്ല, 2 മണി 2:30 ആവും കഴിക്കാൻ. അപ്പോൾ കുട്ടികളൊക്കെ കഴിച്ച് എണീറ്റു. ഫുഡ് കഴിക്കുമ്പോൾ അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവർ ഫുഡ് കഴിച്ച് വേഗം പോയി, അവർക്ക് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു, അതുകൊണ്ട് എന്നാ വരിക എന്തോ എന്നാ വരിക. മുട്ട കാണാമേ. ഇപ്പൊ എന്തായാലും സ്ഥലമൊക്കെ മനസ്സിലായില്ലേ? ഞാലിപ്പറമ്പേക്ക് അങ്ങോട്ട് നിൽക്കാൻ വാ. അതവിടെ നിൽക്കാൻ പറഞ്ഞോ.